നമസ്കാരം, ഞാൻ ഡോക്ടർ അനില രാജു, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ, ഓച്ചിറ. എനിക്ക് ഒ പിയിൽ സ്ഥിരമായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ പറയാറുള്ളൊരു ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് പറയുന്നൊരു സംശയമാണ്, ഡോക്ടർ എനിക്ക് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഭയങ്കര അണപ്പ് വരുന്നു, ഞാൻ വലിയ ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തളർച്ച തോന്നുന്നുണ്ട്, അതെന്താണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഒ പിയിൽ വരാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ പേഷ്യൻസ് കുറച്ച് സിംറ്റംസ് കൂടെ പറയാറുണ്ട്. അവർക്ക് തല ചുറ്റുന്നു, മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു, കണ്ണിൽ കയ്യിലൊക്കെ വളർച്ചയുണ്ട്, നെഞ്ചിടിപ്പ് അറിയാൻ പറ്റുന്നു. ഇതാണ് കൂടുതലായിട്ട് ഇതിന്റെ സിംറ്റംസ് കൂടുതലായിട്ട് പറയുന്നത്. ഈ സിംറ്റംസ് ഒക്കെ അനീമിയ എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ട്, അനീമിയ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കിട്ടുന്ന അളവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരിലാണ് ഈ അനീമിയ കൂടുതലായി കാണപ്പെടുന്നത്? സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ പീരീഡ് സമയത്ത് ഓവറായിട്ട് ബ്ലഡ് ലോസ് ഉള്ളവർ, അല്ലെങ്കിൽ ഡയറ്റ് ഇൻടേക്ക് കുറവുള്ളവർ, അല്ലെങ്കിൽ എൽഡർലി ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ, അല്ലെങ്കിൽ നമുക്ക് ക്രോണിക് ഡിസീസ്, അതായത് കിഡ്നി അസുഖങ്ങളൊക്കെ ബാധിച്ചവർക്കാണ് ഇങ്ങനെ അനീമിയ കൂടുതലായി കാണപ്പെടുന്നത്. എല്ലാ അനീമിയയും പേടിക്കേണ്ടതാണോ? എല്ലാ അനീമിയയും നമുക്ക് പേടിക്കേണ്ടതല്ല. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ചില സിംറ്റംസ് ഉണ്ട്. അനീമിയ വന്നതിന് ശേഷം നടക്കുന്ന സമയത്ത് ഭയങ്കര കിതപ്പ് തോന്നുക, കാലിൽ നീര് വരിക, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ശ്വാസം മുട്ടി എഴുന്നേൽക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് സൈൻസ് ആണ് അനീമിയ പേടിക്കണം എന്നുള്ളത്. സാധാരണ കണ്ടുവരുന്നത്, ഈ പേഷ്യൻസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്തുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും. ഹീമോഗ്ലോബിൻ കുറവാണ് നമ്മുടെ ലാബിലുള്ളൊരു ഒരാൾ പറയുമ്പോഴത്തേക്കും ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാറാണ് പതിവ്. പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാറില്ല. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനീമിയ എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ കുറയുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഹീമോഗ്ലോബിൻ കുറയുന്നത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഫുഡ് കുറഞ്ഞത് കൊണ്ടാവണമെന്നില്ല. ലിവറിൻ്റെ പ്രശ്നം കൊണ്ട്, കിഡ്നിയുടെ പ്രശ്നം കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് കുറയും. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അനീമിയയ്ക്ക് വേണ്ടി സെൽഫ് മെഡിക്കേഷൻ ഒഴിവാക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.